മലയാളി ജനസമൂഹത്തിലെ ഒരു കാലം ഉണ്ടായിരുന്നു. വലിയ പ്രതിസന്ധികളൊക്കെ വന്നാലും അതൊക്കെ ധീരതയോടെ നേരിടുന്ന ഒരു ജനസമൂഹമായിരുന്നു നമ്മൾ. എന്നാൽ ഇന്നതല്ല. നേരിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഏത് വഴിയും തകർന്നു പോയ ഒരാൾ ചെയ്യുന്ന എന്ത് വഴിയും സ്വീകരിച്ചു കളയും. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി, അതോടെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോകും. അങ്ങനെയുള്ള ഒരു ബോധം, ഒരു പൊതുബോധം ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ജപ്പാനിലെ ഒരു മധ്യവയസ്കൻ്റെ കഥ ഇന്ന് ഞാൻ പറയും. ടോക്കിയോ നഗരത്തിലാണ് ഈ മധ്യവയസ്കൻ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് യൂക്കി എന്നാണ്. ഒരു സാധാരണ ശമ്പളക്കാരൻ. വീട്ടുചെലവും മകൻ്റെ പഠനവും എല്ലാം കഴിഞ്ഞ് അങ്ങനെ കഷ്ടിച്ച് തട്ടിമുട്ടി പോകുന്നു. പെട്ടെന്നൊരു ദിവസം 20 കൊല്ലമായി ചെയ്തിരുന്ന ജോലി യൂക്കിക്ക് നഷ്ടപ്പെട്ടു. ഈ വയസ്സിൽ തനിക്കിനി മറ്റൊരു ജോലി കിട്ടത്തില്ല എന്ന് യൂക്കിക്ക് ഉറപ്പായിരുന്നു. ദിവസങ്ങളോളം യൂക്കി വല്ലാതെ വേദനിച്ച് നിരാശനായി വീട്ടിൽ തന്നെ ഇരുന്നു. പുറത്തേക്കൊന്നും പോയില്ല. ഒരു രാത്രി പഴയ ഗാരേജ് വൃത്തിയാക്കുന്നതിനിടെ യൂക്കി ഒരു സൈക്കിൾ കണ്ടു. അയാളുടെ അച്ഛൻ ഉപയോഗിച്ച സൈക്കിളായിരുന്നു അത്. ആ സൈക്കിളിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഒരു ഡയറിയും കിട്ടി. ആ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: യുദ്ധത്തിന് ശേഷം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ ഞാനൊരു സൈക്കിൾ എടുത്ത് പഴയ പാതയിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ യൂക്കിക്ക് എന്തോ ഒരു വെള്ളി വെളിച്ചം പോലെ ഒരു സാധനം തലച്ചോറിലൂടെ മിന്നിപ്പോയി. അടുത്ത ദിവസം യൂക്കി സൈക്കിൾ എടുത്തു. അത് നന്നാക്കി കൊണ്ടുവന്നു. ചായയും ബിസ്ക്കറ്റും പഴങ്ങളും വാങ്ങി വെച്ച് സൈക്കിളിൽ രാവിലെ 5 മണിക്ക് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. തിരക്കുള്ള റോഡുകളിൽ നിർത്തി ഓഫീസിലേക്ക് മറ്റും പോകുന്നവർക്കായി യൂക്കി ചായ വിറ്റ് തുടങ്ങി. ആദ്യ ദിവസം കഷ്ടിച്ച് 8 പേര് വന്ന് ചായ കുടിച്ചു. എന്നാൽ യൂക്കിയുടെ ചായയെക്കുറിച്ച് നല്ല അഭിപ്രായം നാട്ടിൽ പരന്നു തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും 30 പേരാണ് ഈ സൈക്കിളിന് ചുറ്റും കൂടാൻ തുടങ്ങിയത്. 6 മാസം കൊണ്ട് ആ സൈക്കിൾ ഒരു മൊബൈൽ കഫേയായി മാറി. അത് യൂക്കി ഒരു പേര് വിട്ടു: പെഡൽ ആൻഡ് ചായ. പിന്നീട് യൂക്കിയുടെ ജീവിതത്തിൻ്റെ വളർച്ച വലിയ പെട്ടെന്നായിരുന്നു. ജീവിതത്തിൽ നമുക്ക് നിരാശയുണ്ടാകാം. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ തളർന്നു പോകരുത്. കാരണം ഈ എപ്പോഴും സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. പ്രശ്നങ്ങൾ നമ്മളെ തളർത്തിയെന്ന് വരും. എന്നാൽ ആ തളർച്ചയിൽ മൂക്കിടിച്ച് വീണ് ഇനി ഒരിക്കലും നമുക്ക് എഴുന്നേക്കാൻ കഴിയില്ല എന്ന് ധരിച്ചാൽ പോയി. എത്ര പ്രതികൂല സാഹചര്യത്തിലും ഉയർത്തെഴുന്നേറ്റ് വരണം എന്നാണ് ഈ ജപ്പാനിലെ യൂക്കിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൈക്കിളിൽ ചായ വിറ്റ് ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാമെങ്കിൽ നമുക്കും സൈക്കിൾ പോലെ പല വഴികളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞെന്ന് വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.